നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസത്തെ കഥകളുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉം. എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീനയെ കാണാനായിട്ട് കൊടുത്തപ്പുഴ വീട്ടിൽ പോയി വന്നതിന് ശേഷം രോഹിത്തിനാണ് നല്ല ദേഷ്യമായിരുന്നു വൈജയന്തിയോട്. കാരണം രോഹിത്തിന് ഇപ്പൊ അറിയാം വൈജയന്തിയുടെ മോളാണ്, തന്റെ അമ്മയുടെ മകള് തന്നെയാണ് അലീന, തന്റെ സഹോദരിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വൈജയന്തിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കയറിപ്പോന്നെ. വൈജയന്തിയുടെ സമനില തെറ്റി. ഏ, എന്തുകൊണ്ടായിരിക്കും അവൻ തന്നോട് ദേഷ്യപ്പെട്ടെ? ഇനിയിപ്പം അവന്റെ മനസ്സിൽ തന്നെ കുറിച്ചുള്ള പല പഴയ കഥകളൊക്കെ ഉണ്ടോ? ബാലേന്ദ്രനും ആ കഥകളൊക്കെ അറിയാവുന്നൊരു ചിന്ത വൈജയന്തി പിന്നീട് പുറകോട്ട്, അതായത് കുറെ കാലം മുമ്പ് താൻ ജീവിച്ച ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ആഗ്രയിലെ സഞ്ജയ് ക്വാർട്ടേഴ്സും പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഹരിതപർവ്വത്തിലെ സെന്റ് ജോൺസ് കോളേജും എല്ലാം വൈജയന്തിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. താൻ അവിടെ അന്ന് ഗംഗേണ്ണോടൊപ്പം ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചും അതിനുശേഷം അവിടുന്ന് സ്റ്റാലിയോടൊപ്പം താൻ ഒരു വാടക വീട്ടിലേക്ക് മാറിയതും അവിടെയുള്ള ആ ഒരു ജീവിതമൊക്കെ വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വൈജയന്തിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇത്ര കാലം മനസ്സിന്റെ അടിത്തട്ടിൽ അതിങ്ങനെ മൂടി വെച്ചിരിക്കുന്ന ഒരു രഹസ്യമായിരുന്നു. അത് പക്ഷേ ഇപ്പം മറന്നേക്ക് പുറത്തേക്ക് വരുവാണോ എന്നൊരു ഉൾഭയം വൈജയന്തിയെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് വൈജയന്തി ആ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോവാണ്. ഗംഗേട്ടന്റെ ക്വാർട്ടേഴ്സിൽ ആഗ്രയില് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്ന ജൂനിയർ ഓഫീസർ, ഒരു കരുത്തനും പരിക്കനും ഒക്കെ ആയിരുന്നു അയാള്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമായിരുന്നു. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടിരുന്ന ടിന്നുകളിൽ അച്ചാറും പലഹാരങ്ങളൊക്കെ കാണും. അവിടുത്തെ ഒരു അമ്മ തന്റെ മകന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തു വിടുന്നതാണ്. പക്ഷെ അത് കൊണ്ടുവന്ന് ഗംഗേട്ടന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുക്കുന്നതിന്റെ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അടിക്കടി അവിടെ വരുന്നതിന്റെ ഒരു കാരണം, അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതെല്ലാം കൊണ്ടേ കൊടുത്തിട്ട് മാലതി ചേച്ചിയോടും ഗംഗേട്ടനോടും ആയിട്ട് ചോദിക്കും, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, രുചിയുണ്ടോ എന്നൊക്കെ. കാരണം അത് തനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യങ്ങളും ഉത്തരവൊക്കെ. അത് തനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ അത് താനും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പുറമേ പരുക്കനാണെങ്കിലും ആ നോട്ടം കാണുമ്പോൾ തന്നെ തനിക്കറിയായിരുന്നു അയാളുടെ ഓരോ വരവിലും ഓരോ കള്ളത്തരങ്ങളുണ്ട്. കാരണം തന്നെ കാണാൻ വേണ്ടിയിട്ടെന്നുള്ള സത്യം അത് വൈജയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഗംഗേട്ടന് ആ ജൂനിയർ ഓഫീസറോട് ഭയങ്കര ബഹുമാനമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാലതി ചേച്ചിയോട് പറയായിരുന്നു, മിടുക്കനാണ്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാളൊരു ബ്രിഗേഡിയറോ കമാൻഡറോ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഗംഗേട്ടൻ മാലതി ചേച്ചിയോട് പറയുന്നത് കേൾക്കുമ്പോൾ തനിക്കും ഭയങ്കര ഒരു ആരാധന ആ മനുഷ്യനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമ്പോഴൊക്കെ അങ്ങനെ തമ്മിൽ സംസാരിക്കാനൊന്നും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഒരു നോട്ടം കൈമാറും. പുറമേ പരുക്കനെന്ന് തോന്നുമ്പോഴും തൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒരു സ്നേഹം ഒളിഞ്ഞിരിക്കുന്ന അത് വൈജയന്തിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അതിനുശേഷം ഗംഗേട്ടൻ മിലിറ്ററി ഓഫീസിൽ നിന്ന് അവിടുന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി ഡൽഹി ഓഫീസിലേക്ക് പോണ സമയത്താണ് പിന്നീടാണ് അയാളുമായിട്ട് കൂടുതൽ അടുക്കാനും സംസാരിക്കാനും അടുത്തിടപഴകാനും ഒക്കെ ഒരു അവസരം കിട്ടിയെന്ന് വൈജയുടെ മനസ്സിൽ തോന്നി. കാരണം അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഗംഗാധരനും മാലതി ഉള്ളതുകൊണ്ട്. പക്ഷെ അവരവിടുന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഇടയ്ക്കാണ് ആഗ്രയില് എയർഫോഴ്സ് ക്യാമ്പിന്റെ അടുത്ത് തനിക്ക് ജോലി കിട്ടിയത് സ്കൂളിൽ. അതും സ്റ്റാലിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. അങ്ങനെ കൂടുതൽ അടുത്തു. പിന്നീട് കോഡുകൾ വിളിക്കും, ലോക്കൽ കോഴ്സും കാര്യങ്ങളൊക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു വർഷം കൊണ്ട് കൂടുതൽ അടുക്കുകയോ ചെയ്തേ. പിന്നീട് എപ്പോഴും വിളിയേ, ഊണില്ല ഉറക്കമില്ലാത്തൊരവസ്ഥ. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ സ്റ്റാലിയെ കുറിച്ചുള്ള അന്വേഷിക്കും. സ്റ്റാലി ഫുഡ് കഴിച്ചോ, മദ്യത്തിന്റെ അളവ് വരെ കൃത്യമായിട്ട് ചോദിക്കും. കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയുള്ളൂ. എത്ര സിഗരറ്റ് വലിച്ചു, പിന്നെ കുറെ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ. സ്റ്റാലി കള്ളത്തരം പറയത്തില്ല. പാലിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളോ പറയത്തുള്ളൂ. പിന്നെ ഒരു കാര്യത്തിൽ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ കാര്യത്തിൽ വാക്കു മാറത്തില്ല. അതൊക്കെ വൈജയന്തിക്ക് നന്നായിട്ടറിയാം. ചില മാറ്റങ്ങളൊക്കെ വൈജയന്തിയെ കൊണ്ട് തന്നെ സാധിച്ചിരുന്നു. സ്റ്റാൻലി മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വൈജയന്തിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ സ്നേഹിക്കുന്ന സമയത്തും ഈ സ്നേഹബന്ധം എവിടം വരെ എത്തിച്ചേരുന്നു. ഒരിക്കലും അത് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്റ്റാൻലി മറുപടി പറഞ്ഞ് എത്തേണ്ടടുത്ത് ചെന്ന് എത്തുമെന്നാണ്. സ്റ്റാൻലിക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അത്രമാത്രം അടുപ്പായിരുന്നു. അവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധം അവരടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാൻലിയും വൈജയും തമ്മിൽ പിരിയാത്ത വണ്ണം അടുക്കുവാണ്. ഒടുവില് അവർ തമ്മിൽ ഇനി വിവാഹത്തില കലാശിക്കുള്ളൂ എന്ന് രണ്ടുപേർക്കും അറിയായിരുന്നു. കാരണം അങ്ങനെ പിരിഞ്ഞവർക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
ഒരു ദിവസം അങ്ങനെ സ്കൂളിലൊരു 3-4 ദിവസം ലീവ് ഉണ്ടായിരുന്നു. ആ ലീവിന്റെ സമയത്ത് സ്റ്റാൻലി അവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഹോട്ടലിലേക്കാണ് വൈജയെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അവര് അവിടെ വെച്ച് ഒന്നാവുകയാണ്. പക്ഷെ ആ സമയത്ത് വൈജയന്തിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സ്റ്റാൻലി ഇതെല്ലാം കല്യാണം കഴിക്കുമെന്ന്. സ്റ്റാൻലിക്ക് പക്ഷെ ആ കാര്യത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് സ്കൂളിൽ ഒരു ഒഴിവ് കിട്ടാൻ കാത്തിരിക്കും. അങ്ങനെ അവര് പോയി ഹോട്ടൽ മുറിയെടുത്ത് അവിടെ ഒരുമിച്ച് താമസിക്കും. പോകെ പോകെ സ്റ്റാൻലി ഒരു ദിവസം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയി വൈജയന്തിക്ക്. പക്ഷേങ്കില് അതിനോടകം തന്നെ വൈജയ്ക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, താൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ ഹോസ്റ്റലിലാണല്ലോ താമസിക്കുന്നേ, അപ്പൊ അവിടെയുള്ള ആൾക്ക് സംശയം തോന്നാൻ പാടില്ല. പക്ഷെ പിന്നെ ഒരു ദിവസം അവിടുത്തെ ഒരു ടീച്ചർ വൈജയുടെ വിശപ്പിന്റെ കാര്യം അതുപോലെ തന്നെ വയറ് വീർത്ത കാര്യം ഇങ്ങനെ പറയുണ്ടായി. അതെ, എന്ത് ഈയിടെയായിട്ട് വിശപ്പ് കൂടുതലുണ്ടല്ലോ, വയറും വീർത്ത് വരുന്നുണ്ടല്ലോ, എന്താന്നൊക്കെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ടുമില്ലല്ലോ. ഇത് സ്റ്റാൻലിയോട് പറഞ്ഞപ്പോ സ്റ്റാൻലി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി അവിടെ നിൽക്കണ്ട, ജോലി റിസൈൻ ചെയ്ത് പോരാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, കല്യാണാലോചന നടക്കുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് ജോലി റിസൈൻ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റിസൈൻ ചെയ്തു. ഒരു വാടക എടുത്ത് സ്റ്റാൻലി വൈജയെ അവിടെ താമസിപ്പിച്ചു. കൂട്ടിന് ഒരു മറാഠി പെണ്ണിനെ ഒരായെ. കാരണം സ്റ്റാൻലിക്ക് ഇപ്പൊ വൈജയന്തിയുടെ അവിടെ താമസിക്കാൻ പറ്റില്ല. സ്റ്റാൻലിയും വൈജയും തമ്മിൽ നിയമപരമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ മാത്രം ഒരുമിച്ച് താമസിക്കാനായിട്ട് പറ്റുള്ളൂ, ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാൻലി ഒരു വാടക എടുത്ത് താമസിപ്പിച്ചിരിക്കുന്നത്. ആ ദിവസങ്ങളിലൊക്കെ പകൽ സമയത്തൊക്കെ സ്റ്റാൻലി വൈജയെ കാണാനായിട്ട് വരും. വൈജയുടെ വയറും ഇങ്ങനെ വീർത്ത് വീർത്ത് വരുമായിരുന്നു. അങ്ങനെ ഒരു 8 മാസമൊക്കെ ആയി. 8 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലിയുടെ ഒച്ച കേട്ടാൽ മതി വയറ്റിൽ കിടന്ന് കുഞ്ഞു കുതിക്കാൻ തുടങ്ങും. അത് വൈജയന്തിക്ക് അറിയായിരുന്നു. സ്റ്റാൻലിക്ക് പെൺകുട്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. സ്റ്റാൻലി എപ്പോഴും പറയായിരുന്നു, എനിക്കൊരു പെൺകുട്ടി മതിയെന്ന്. വൈജയ്ക്കാണെങ്കിലോ ആൺകുട്ടികൾ വേണമെന്നായിരുന്നു. ആദ്യത്തെ കുട്ടി ആണായിരിക്കണം എന്നായിരുന്നു. പക്ഷെ സ്റ്റാൻലിക്ക് ഇഷ്ടം പെണ്ണായതുകൊണ്ട് പെണ്ണ് മതി എന്നൊരു ചിന്തയായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണേന്ന് വൈജയന്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് പറക്കണം. ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനായിട്ട് അത്രയേറെ കൊതിക്കുന്നുണ്ടായിരുന്നു താനും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഇപ്പോഴും ഒരു കോരിത്തരിപ്പാണ്. അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ദിവസം ആനുവൽ ലീവിന് വേണ്ടിയിട്ട് സ്റ്റാൻലി നാട്ടിലേക്ക് പോവാണ്. 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ സ്റ്റാൻലി പോയി. അപ്പൊ പോയത് വേറൊന്നിനും വേണ്ടിയിട്ടും കൂടെ വേറൊരു കാര്യത്തിനും വേണ്ടിയായിരുന്നു. കല്യാണക്കാര്യം വീട്ടിൽ സംസാരിച്ച് തീരുമാനം എടുക്കണം. പിന്നീട് വൈജയെ കൂട്ടിക്കൊണ്ടുപോയി താലി കെട്ടണം. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കാര്യങ്ങളോട് സംസാരിക്കാൻ പോയതാ. ചെന്നതിന് ശേഷം ഒരു തവണയും വിളിച്ചിട്ടുള്ളൂ, പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു ദിവസം അങ്ങനെ കോളുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല. വൈജയന്തിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം കൂടെ അല്ലേ. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും കോളിംഗ് ബെല്ല് മുഴങ്ങി. അപ്പം സ്റ്റാൻലിയ വന്നിരിക്കുന്നെന്ന് കരുതി മറാഠി പെണ്ണ് നോക്കാനുണ്ടായിരുന്നു ആയിട്ട്. അതുകൊണ്ട് വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിക്കാൻ അവള് നോക്കുന്നുണ്ടായിരുന്നു. കഥ തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഗംഗേടനും ശിവേടനും കൂടെയാണ് നിൽക്കുന്നത്. ഒരു നിമിഷം വൈജയന്തിക്ക് എന്ത് ചെയ്യണം എന്നറിയണ്ടായിരുന്നില്ല. വൈജയന്തി ആകെപ്പാടെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈജയന്തി ആകെപ്പാടെ തകർന്നു പോയി. അപ്പോഴേക്കുമാണ് കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടത്. ബബിതയാണ്. അമ്മ ഇതവിടെ എന്തെടുക്കുക കഥവ് കുറ്റിയിട്ട്? എന്താടി, എനിക്ക് കഥവ് കുറ്റിയിട്ടിരുന്നു ഇവിടെ. ഇത് രാത്രിയായിട്ടും ഇവിടെ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാതെ അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണം എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും വൈജയന്തി പോയി കഥ തുറന്നു. അമ്മ ഇതിനകത്ത് എന്തെടുക്കുവാന്ന് ചോദിച്ചു. ഞാൻ എന്തെടുത്താലും നിനക്കെന്താ? നീ എന്റെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയോട് നേരെ ചൊവ്വേ സംസാരിക്കാൻ വരാൻ പോലും പറ്റില്ല. അതെങ്ങനെയാ? ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും വൈജയതയുടെ ഓർമ്മകളെല്ലാം പോയി. അത്ര സമയം സ്റ്റാൻലിയെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. താനും സ്റ്റാൻലിയുമായിട്ട് ആഗ്രയിൽ ഒന്നിച്ച് താമസിച്ചതോ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹവും കാര്യങ്ങളൊക്കെ എന്ത് രസമായിരുന്നു. അതൊക്കെ വൈജയന്തിയുടെ മനസ്സിൽ ഒരിക്കൽ കൂടെ ഒന്ന് പിടിച്ചു വലയ്ക്കുവാണ്. അപ്പൊ ആ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പത്തിന് വൈജയന്തിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നീട് വൈജയന്തിക്ക് വല്ലാത്തൊരു ടെൻഷനായി. രോഹിത്തിന് ഇനി എന്തെങ്കിലും അറിയാവോ? ഇനി ബാലചന്ദ്രന്റെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവോ? അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു. താനുമായിട്ട് വഴക്കുണ്ടാക്കിയ സമയത്ത് അച്ഛന് കല്യാണത്തിന് മുമ്പ് രഹസ്യബന്ധം ഉണ്ടായിരുന്നോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടോന്നും എനിക്കറിയില്ല എന്ന്. അപ്പൊ അതിനർത്ഥം എന്താ? അവൻ എന്തോ കുത്തി പറഞ്ഞ പോലെയാണോ? അങ്ങനെയാണെങ്കിൽ താൻ കല്യാണത്തിന് മുമ്പ് ഒരാളെ സ്നേഹിച്ചതും പ്രസവിച്ചായ കാര്യങ്ങളൊക്കെ അവനറിയാവോ? അങ്ങനെയാണെങ്കിൽ അവൻ അതൊക്കെ മനസ്സിൽ വെച്ച് പറഞ്ഞാണോ? വൈജയന്തിയുടെ ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു. വൈജയന്തിക്ക് എന്തോ അപ്പൊ തന്നെ രോഹിത്തിനോട് ചോദിച്ചാൽ കൊള്ളാന്നായി. എല്ലാരും കിടന്ന് ഉറങ്ങിക്കാണുമോ, രോഹിത്ത് ഉറങ്ങിക്കാണുമോ എന്നൊരു ചിന്ത. എന്താണെങ്കിലും അവനോട് ചോദിച്ചിട്ട് എന്റെ കാര്യം. വൈജയന്തിയുടെ സമനില തെറ്റുന്ന സംസാരമുള്ള അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒടുവില് അവനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു മുറിയിലേക്ക് പോവാണ്.
അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പൊ ചോദിച്ചു കഴിയുമ്പോൾ രോഹിത് എന്താ മറുപടി അറിയണമെന്ന് അറിയത്തില്ല. അലീന അമ്മയുടെ മകളാന്ന് വിളിച്ചു പറയുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. രോഹിത്തിന്റെ കാര്യമാണ്, ദേഷ്യമെന്ന് അതല്ല, അതിലപ്പുറം ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അപ്പൊ ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.